ഹലോ ഗായ്സ്, വെൽക്കം ടു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ്. അതിൻ്റെ കോംബോയായിട്ട് ജെൻജി ഹണി ബീഫ് റോസ്റ്റാണ് സൈഡായിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം. ആ കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം ബീഫ് കഴുകി വൃത്തിയാക്കിയത് കുക്കർക്ക് ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇടുക, മഞ്ഞപ്പൊടി ഇടുക, കുരുമുളക് ഇടുക, ഉപ്പിടുക, നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക. പിന്നെ അത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കുക. അതിന് ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് എന്നിവ നല്ലവണ്ണം വഴറ്റുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടുക. അതിന് ശേഷം 1/4 സ്പൂണ് ഗരം മസാല ഇടുക. വെന്ത ബീഫ് നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 2 സ്പൂണ് ഹണി ചേർക്കുക. അത് കുറച്ചൊരു എരിവും പുളിയും ഒക്കെ ഉള്ളൊരു കോംബോയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതാണ് ബീഫിൻ്റെ രൂപം. പിന്നെ നമ്മളൊരു പാത്രത്തേക്ക് മഞ്ഞപ്പൊടി, മുളകും പൊടി, ഫിഷ് മസാല, ഉപ്പ്, സുർക്ക, വെള്ളം എന്നിവ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പും മുളകും പുളിയൊക്കെ ഉണ്ടോ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് മറിച്ചിടാം. ഒരു 1/4 വേവ് ആയാൽ മതി. പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചെടുക്കുക. അത് ചതച്ച് എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ നമ്മൾ ഫിഷ് പൊരിച്ചത് കാണിക്കുന്നുണ്ട്. ഫിഷ് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതാണ് ഇത്. നമ്മളൊരു ചെമ്പിൽ വെള്ളം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഏലക്കായി, കറാമ്പട്ട, പൂവ്, ലീഫ്, ഉപ്പ് എന്നിവ ചേർത്ത് വെള്ളം തിളക്കാൻ വെക്കുക. ഞാൻ ബിരിയാണിക്ക് അരി എടുത്തത് കൈമ റൈസാണ്. പിന്നെ നമുക്ക് 3 തക്കാളിയും കുറച്ച് ഉള്ളിയും എടുത്ത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് അത് ഉള്ളി നമുക്ക് പൊരിച്ച് കോരി വെക്കാം. ഒന്ന് സ്ക്രപ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ആ ഉള്ളിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. കൈമ റൈസ് ഇട്ട് വെക്കുക. അരി വെന്തിക്കണോ നോക്കുക. അരി വെന്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തേക്ക് ഊറ്റി വെക്കാം. നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിക്കുക. കുറച്ച് ഓയിൽ ഒഴിക്കുക. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത് ഇട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മളെ കൈപ്പിടിയിൽ ഒരു കൈപ്പിടി ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക, വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ 3 തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 സ്പൂണ് തൈര് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. കുരുമുളകും പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ട് നല്ലവണ്ണം വഴറ്റുക. മല്ലിച്ചപ്പ്, പുതിന അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി പൊരിച്ച് കോരിയത് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെയാണ് ഇവിടെ കൂടുതലായിട്ട് വെക്കൽ. ഉള്ളി വാട്ടിയും വെക്കാറുണ്ട്. അപ്പം നമുക്ക് പൊരിച്ച് വെച്ച ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ്, പുതിന, ഉള്ളി എന്നിവ ചേർത്ത് നമുക്ക് അതിലേക്ക് ചോറിട്ട് കൊടുക്കാം. പിന്നെയും മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുത്ത് പച്ചമുളക് ഒരു 3 ഞാൻ പൊരിച്ച് കോരിയിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചോറിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മല്ലിച്ചപ്പ്, പുതിന, ഉള്ളി വഴറ്റിയത് ഇട്ട് കൊടുത്ത് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് ചോറ് ദമ്മിട്ട് റെഡിയാക്കാം. അങ്ങനെ നമ്മൾ ചോറൊക്കെ ദമ്മിട്ട് ഇനി അതിൻ്റെ മേലെ നമുക്ക് ഒരു 3 സ്പൂണ് നെയ്യ് ഒഴിക്കുക. കുറച്ച് കറാമ്പട്ടി ഇടുക. എന്നിട്ട് നമ്മൾ ദമ്മിൽ ഒരു 15 മിനിറ്റ് വെക്കുക. 15 മിനിറ്റ് വെച്ചതിനുള്ള ശേഷമാണ് ഇതാണ് ഈ ചോറിൻ്റെ രൂപം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.